ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട്. ഞാൻ ഇവിടെ എന്താ എന്നല്ലേ. അങ്ങനെ ഞാൻ ഇന്ത്യ വിടുകയാണ്. ഇനി കുറച്ചുനാൾ സിഡ്നി. ജീവിതത്തിൽ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഓസ്ട്രേലിയ കാണാൻ പറ്റുമെന്ന്. പക്ഷേ ജീവിതം ഇന്ന് എനിക്ക് അങ്ങനെ ഒരു ഭാഗ്യം തന്നു. അതിന്റെ ക്രെഡിറ്റ് എന്റെ ഹസ്ബൻഡിനാണ് കേട്ടോ. അദ്ദേഹം ഇപ്പോൾ അവിടെയാണ് ജോലി ചെയ്യുന്നത്. ഇനി കുറച്ചുനാൾ സിഡ്നി. നാട് വിട്ട് വീട് വിട്ട് പോകുമ്പോൾ മനസ്സിൽ വലിയ വിങ്ങലൊക്കെയുണ്ട്. പക്ഷെ എന്താ ചെയ്യാ, കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ നമ്മള് ഭർത്താവിന്റെ കൂടെയാണല്ലോ ജീവിക്കേണ്ടത്. അച്ഛനും അമ്മേന്റെയും കൂടെ നമുക്ക് എപ്പോഴും നിൽക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെയൊക്കെ ചിന്തിച്ച് ഞാൻ എന്റെ മനസ്സിനെ ആശ്വസിപ്പിച്ചു. ഞാനൊരു അമ്മ മോളാണ് കേട്ടോ. എന്റെ വീട്ടിൽ ഞാൻ ഭയങ്കര ബോൾഡ് സ്ട്രോങ് ഒക്കെ ആണെന്ന് എല്ലാവരും വിചാരിക്കുന്നു. പക്ഷെ അങ്ങനെയല്ല എന്ന് ഇന്ന് ഞാൻ പ്രൂവ് ചെയ്തു. യാത്ര പോവുകയാണ്. കരയാൻ പാടില്ല എന്നൊക്കെ ഞാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാവോ, എന്റെ കല്യാണത്തിന് പോലും ഞാൻ കരഞ്ഞ് നിലവിളിച്ചിട്ടില്ല. പക്ഷേ പാസ്പോർട്ട് തന്ന് അമ്മ എന്നെ കെട്ടിപ്പിടിച്ചപ്പോൾ എല്ലാം പോയി. ഒരു 10 വയസ്സ് കുട്ടിയെ പോലെ ഞാൻ എന്റെ അമ്മയെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. പാവം എന്റെ അമ്മയും കരഞ്ഞു. അച്ഛന്റെ കാര്യം പിന്നെ പറയണ്ട. അച്ഛൻ ഭയങ്കര ഇമോഷണൽ ആയ ഒരാളാണ്. അച്ഛനെയും കെട്ടിപ്പിടിച്ച് ഞാൻ കരഞ്ഞു. കുറേ സമയം കരഞ്ഞു. എന്തൊക്കെയോ അവിടെ ഉപേക്ഷിച്ച് പോകുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കൊക്കെ തോന്നിയിട്ടുണ്ടാവും സ്വന്തം നാട് വിട്ട്, വീട് വിട്ട്, അച്ഛനും അമ്മേനെയും സഹോദരങ്ങളെയും വിട്ട് പോകുമ്പോൾ. എനിക്കൊരു കൂടപ്പിറപ്പ് കൂടി ഉണ്ട്. അദ്ദേഹത്തെയും കുറച്ച് സമയം കെട്ടിപ്പിടിച്ച് ഞാനിങ്ങനെ നിന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ വേണ്ടപ്പെട്ട ആൾക്കാരെയൊക്കെ വിട്ട് ദൂരെ പോകുമ്പോഴില്ലേ, ഭയങ്കര പെയിനാണെന്ന് എനിക്ക് മനസ്സിലായി എന്ന്. ഇനി ഒരിക്കലും ഞാന് ദൂരെ പോകുന്ന ആൾക്കാരോട് എന്തിനാ വിഷമിക്കുന്നേ, എന്തിനാ കരയുന്നേന്നൊന്നും ഒരിക്കലും ചോദിക്കില്ല ഞാൻ ഇന്ന് തീരുമാനിച്ചു. അങ്ങനെ കരച്ചിലും പിരിച്ചിലൊക്കെ കഴിഞ്ഞു. എയർപോർട്ടിന്റെ അകത്ത് ചെയ്യേണ്ട ഒഫീഷ്യൽ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തു. എന്റെ ബോർഡിംഗ് പാസ് കിട്ടി. പിന്നെ സെക്യൂരിറ്റി ചെക്ക് ഇൻ കഴിഞ്ഞു, എമിഗ്രേഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് ഡിപ്പാർച്ചർ ഗേറ്റിലേക്ക് പോവാണ്. അപ്പൊ അങ്ങനെ പോകുന്നതിന്റെ ഇടയിൽ ഞാൻ കണ്ട കാഴ്ചകളാണ് ഇതൊക്കെ. ഇതൊക്കെ ഡ്യൂട്ടി ഫ്രീ ഷോപ്സിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇവിടെ സുവനിയേഴ്സ് കിട്ടും, ചോക്ലേറ്റ്സ്, പ്രീമിയം ക്വാളിറ്റി ചോക്ലേറ്റ്സ് ഉണ്ട്, പെർഫ്യൂംസ് ഉണ്ട്, പിന്നെ പലതരം ബ്രാൻഡഡ് പ്രോഡക്ട്സ് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഇതിലേക്കൊക്കെ എന്റെ ശ്രദ്ധ ഇങ്ങനെ എന്താ പറയാ, ഒരു മായാലോകത്ത് പോയൊരു അവസ്ഥയായിരുന്നു ഞാന്. പക്ഷേ എന്തോ ഉള്ളിൻ്റെ ഉള്ളിലൊരു വിങ്ങലുണ്ടായിരുന്നു. ഭയങ്കര ഇമോഷണലി ഞാൻ ഡ്രെയിൻ ഔട്ട് ആയിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. എൻ്റെ അച്ഛനും അമ്മയും ഏട്ടനും പുറത്തല്ലേ, ഞാൻ പോവാണല്ലോ, ഞാൻ ഇന്ത്യ വിടാണല്ലോ, ഇത്രയും ദൂരേക്കാണല്ലോ പോകുന്നത് എന്നൊക്കെ കുറേ ഭയങ്ങൾ എൻ്റെ ഉള്ളിലുണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നിരുന്നാലും നമ്മൾ ഹാപ്പി ആയിരിക്കുക. നമുക്ക് നമ്മൾ നല്ല ചിന്തകൾ ചിന്തിക്കാന്ന് അമ്മ എപ്പോഴും പറയാറുണ്ട്. അങ്ങനെ നമ്മൾ ഡിപ്പാർച്ചർ ഗേറ്റിലെത്തി. ഇവിടെ 1 മുതൽ 5 വരെയുള്ള ഗേറ്റ് ഉണ്ട്. പിന്നെ താഴെയാണ് 6 മുതൽ 9 വരെയുള്ള ഗേറ്റ് ഉള്ളത്. ഇത് ഫസ്റ്റ് ഗേറ്റ് ആണ്. അവിടെ നമുക്ക് നമ്മുടെ ഫ്ലൈറ്റ് എവിടെയാ വരുന്നുണ്ട് വെച്ചാൽ ഇവിടെ നമ്മൾ വെയിറ്റ് ചെയ്യുക. അവിടെ നമുക്ക് അനൗൺസ് ചെയ്യും. ടിക്കറ്റിന്റെ സമയമായി കഴിഞ്ഞാൽ നമ്മൾക്ക്, അതായത് ബോർഡിന്റെ സമയമായി കഴിഞ്ഞാൽ ഇത്ര നമ്പർ ടിക്കറ്റ് വരും എന്നിട്ട് അവിടെ നമ്മൾ വിളിച്ചു പറയും. നമ്മൾ അതിനനുസരിച്ച് പോവുക. എൻ്റെ ഫ്ലൈറ്റ് 12:10 അപ്പോൾ എനിക്ക് കുറേ സമയം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഈ ലോഞ്ചൊക്കെ ഒന്ന് നന്നായി കണ്ട് വരാന്ന്. DC ബുക്സിന്റെ ഒരു ബുക്ക് സ്റ്റാൾ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ പലതരത്തിലുള്ള കടകളുണ്ട്. ഇത് ഗേറ്റ് നമ്പർ 2 ആണ്. പിന്നെ ഇവിടെ ടോയ്ലറ്റ് സൗകര്യങ്ങളുണ്ട്. പിന്നെ ബാഗ്സിന്റെ ഷോപ്സ് ഉണ്ട്. നല്ല ബ്രാൻഡഡ് ബാഗുകളൊക്കെ ഇല്ലേ. പിന്നെ അതുപോലെ തന്നെ പില്ലോസ്, പിന്നെ ആർട്ട് ക്രാഫ്റ്റ്സ്, പിന്നെ ബ്യൂട്ടി പ്രോഡക്ട്സ്, ആയുർവേദിക് പ്രോഡക്ട്സ്, ഒരുവിധം എല്ലാ സാധനങ്ങളും ഇവിടെയുണ്ട്. പിന്നെ കേരളത്തിന്റെ സുവനീഴ്സ് ഒക്കെ ഉണ്ട്. അത് മുന്നോട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത് വലിയൊരു ലോഞ്ചാണ് കേട്ടോ. ഇവിടെ എന്താ പറയാ, ഇഷ്ടക്കണക്കിന് ആൾക്കാർക്ക് ഇരിക്കാം. പിന്നെ നമുക്ക് വിശക്കുന്നുണ്ടെങ്കിൽ നമുക്ക് സ്നാക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. നമുക്ക് വെറുതെ ഒന്ന് നടക്കണമെങ്കിൽ അങ്ങ് വരെ നടന്നിട്ട് വരാം. ഭയങ്കര വിശാലമായിട്ടുള്ള സ്പേസ് ആണ് ഇവിടെ നമ്മളെ ടെർമിനൽ 3 ഉള്ളത്. പിന്നെന്താ, മേക്കപ്പ് പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇതിന്റെ ഒന്നും അടുത്തൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. ഭയങ്കര വിലയാന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഞാൻ പിന്നെ അതൊന്നും വാങ്ങാനുള്ള മൂഡിലും അല്ല. വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു. ഇതൊക്കെ ഒരു മെമ്മറീസ് ആണല്ലോ നമുക്ക്. ഇതൊക്കെ പിന്നെ നോക്കുമ്പോൾ നമുക്ക് കാണാലോ, ഓക്കെ നമ്മൾ ഇത് ചെയ്തിട്ടുണ്ട്, അവിടെ പോയിട്ടുണ്ട്, ഇവിടെ പോയിട്ടുണ്ട് എന്നൊക്കെ കാണാൻ പറ്റുമല്ലോ. പിന്നെ മെഡിസിൻസ് ഒക്കെ അപ്പോളോ ഫാർമസി ഉണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് മെഡിസിൻസ്, ഇമ്മീഡിയറ്റ് എമർജൻസി മെഡിസിൻസ് ഒക്കെ നമ്മൾ വാങ്ങാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് വാങ്ങാൻ പറ്റും. പിന്നെന്താ, എല്ലാം കൊണ്ടും നല്ല അടിപൊളി വൃത്തിയുള്ളൊരു സ്പേസ് ആയിരുന്നു. ഞാനിങ്ങനെ ഫുൾ മെല്ലനെ നടന്നു. എല്ലാ സ്ഥലവും ഒന്ന് മെല്ലനെ മെല്ലനെ നോക്കി കാണാൻ ശ്രമിച്ചു. കുറേ ആൾക്കാർ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്, ഇങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. കുറേ ആൾക്കാർ ഇരുന്ന് ഫോണിൽ നോക്കുന്നുണ്ട്. എല്ലാവരും അവരുടേതായ ലോകത്തിങ്ങനെ മുഴുകിയിട്ടായില്ല. ഇതൊരു സുവനീർ ഷോപ്പാണ്. ഇതൊരു ഇന്ത്യൻ ആർട്ട് ക്രാഫ്റ്റ്സിന്റെ ഷോപ്പാണ്. ഇവിടെ കേരളത്തിന്റെ പല സുവനീർസ് ഉണ്ട്. നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെയും കഥകളിന്റെ, പിന്നെ നല്ലൊരു ശ്രീകൃഷ്ണന്റെ ഒരു വിഗ്രഹമുണ്ട്. പിന്നെ ആടെ തന്നെ നിങ്ങൾക്ക് നമ്മളെ ഗോൾഡൊക്കെ സൂക്ഷിക്കുന്ന പണ്ടത്തെ ആഭരണപ്പെട്ടി, അങ്ങനെ പിന്നെ നമ്മുടെ ഈ ബെല്ലുകള്, നമ്മളെ ഐഡൽസ് ഇല്ലേ, ദൈവത്തിന്റെ കുഞ്ഞു കുഞ്ഞു വിഗ്രഹങ്ങള്, പിന്നെ മരത്തിന്റെ ഒക്കെ വിഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു.
അങ്ങനെ ഞാൻ നടന്ന് ബാക്കില്, അതായത് പിന്നെ ഗേറ്റ് 5 വരെ പോയിട്ട് വന്നു. ഇനി ഇവിടുന്ന് പിന്നെയും മുന്നോട്ടേക്ക് കണ്ട ഗേറ്റ് 1, 2, 3, പിന്നെ ഗേറ്റ് 5ല് ഗേറ്റ് 5A യും ബിയും ഉണ്ട്. അതുപോലെ തന്നെ ഗേറ്റ് 4ല് 4Aയും 4Bയും ഉണ്ട്. പിന്നെ ഇതിന്റെ താഴെയാണ് 6 to 9 വരെയുള്ള ടെർമിനൽ. അത് താഴെ പോകാനുള്ള സ്റ്റെയർ ഉണ്ട്. പിന്നെ ഇത് നമുക്ക് നടക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് അതിന്റെ മുകളിൽ നിന്നാലും എസ്കലേറ്റ് ചെയ്ത് മുന്നോട്ടേക്ക് പോകും, പിന്നെ ബാക്കോട്ടേക്ക്, അങ്ങനെ നടക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇത് ഓരോ ഗേറ്റിന്റെ കാഴ്ച, ഓരോ ഗേറ്റിൽ ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നതാണ് അവരുടെ ഫ്ലൈറ്റിന്റെ സമയം അനുസരിച്ചിട്ട് അവർക്ക് കയറാൻ വേണ്ടിയിട്ട്. പിന്നെന്താ, ഇതൊരു പുതിയൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ടുണ്ടായിരുന്നു എനിക്ക്. കൂടാതെ എൻ്റെ അച്ഛനമ്മേൻ്റെയും ഏട്ടൻ്റെ മാത്രമല്ല, എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലിയിൽ നിന്നും എല്ലാവരും എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഹസ്ബൻഡിൻ്റെ സിസ്റ്റർ, എൻ്റെ സിസ്റ്റർ ഇൻ ലോ വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആപ്പന്മാരും ആൻറ്റിമാരൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ കസിൻ സിസ്റ്റേഴ്സൊക്കെ എനിക്ക് ഹാപ്പി ജേർണി വിഷസ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ പേരുടെ സ്നേഹവും സന്തോഷമൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അതും സത്യം പറഞ്ഞാൽ ഹാപ്പിനെസ് ആയിട്ട് കൊണ്ടു നടക്കുന്നത്. കാരണം എന്താ വെച്ചാൽ നമുക്ക് നമ്മളെ സന്തോഷായിട്ട് നമ്മൾ പോയി വാ എന്ന് പറയാൻ കുറെ ആൾക്കാരുണ്ടാകുന്നത് ശരിക്കും പറഞ്ഞ ഒരു ഭാഗ്യല്ലേ. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോവാണ്. അങ്ങനെ 2 സൈഡുകളിലായിട്ട് കുറേ കടകളുണ്ട്. അതിൻ്റെ അകത്ത് കുറേ സാധനങ്ങളുണ്ട്. പിന്നെ അവിടെ എനിക്ക് നമ്മുടെ ഒരു ഇന്ത്യൻ ഹാൻഡ്ലൂമിന്റെ ഒരു കട നോട്ട് ചെയ്തു. അത് നമ്മുടെ കേരള ഇന്ത്യൻ ഫാബ്രിക്സ്, നമ്മുടെ സാരി, പട്ടുപാവാട, പിന്നെ നമ്മുടെ കോട്ടൺ ഷർട്ട്, സെറ്റ് മുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ ഇപ്പൊ എന്റെ ടെർമിനലെത്തി. എനിക്ക് ഇനിയും കുറേ സമയമുണ്ട്. കുറേ അങ്ങക്ക് നടന്ന് വന്ന കാരണം ഞാൻ എന്തെങ്കിലും അനൗൺസ്മെന്റോ എന്തെങ്കിലും ഉണ്ടാവുമെന്ന് വിചാരിച്ച് ഞാൻ വിചാരിച്ചു കുറച്ച് സമയം ഇവിടെ ഇരിക്കാന്ന്. അങ്ങനെ ഞാൻ അവിടെ ഇരുന്നു. കുറേ സമയം ഫോണിൽ നോക്കി. അന്നേരം ഏച്ചിമാരൊക്കെ ഹാപ്പി ജേർണി എന്ന് പറഞ്ഞ മെസ്സേജസ് ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ നിമിഷ എന്ന് പറഞ്ഞൊരു കസിൻ ചേച്ചിയും മിനി എന്ന് പറഞ്ഞൊരു കസിൻ ചേച്ചിയും എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ റിപ്ലൈ ചെയ്തു. പിന്നെ ഞാൻ എൻ്റെ പാസ്പോർട്ട് എടുത്ത് നോക്കി, എൻ്റെ ടിക്കറ്റ് എടുത്ത് നോക്കി. സത്യം പറഞ്ഞു കഴിഞ്ഞാല് കോലാലംപൂർന്ന് സിഡ്നിയിലേക്ക് പോകേണ്ട ഗേറ്റൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോ അതൊക്കെ ഇനി അവിടെ എത്തിയിട്ട് അറിയാമെന്ന് വിചാരിക്കുന്നു. എല്ലാത്തിനും ഒരു പേടിയൊക്കെ ഉണ്ട് മനസ്സിൽ, കാരണം നമ്മൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നതല്ലേ. പിന്നെ ഇംഗ്ലീഷ് വായിക്കാൻ അറിയാം, അത്യാവശ്യം പറയാനും അറിയാന്നുള്ള ഒരു ധൈര്യത്തിൽ ഇങ്ങനെ പോവന്നെ. അപ്പോ ഞാൻ പോകുന്നത് മലേഷ്യൻ എയർലൈൻസ് ആണ്. പിന്നെ 2 ഫ്ലൈറ്റും മലേഷ്യൻ എയർലൈൻസ് ആണ്. ഇവിടുന്ന് 12:10 ഫ്ലൈറ്റ് ആണ് കൊച്ചിന്ന്. പിന്നെ അവിടുന്ന് കോലാലംപൂർന്ന് 9 മണിക്ക് സിഡ്നിയിലേക്ക് എടുക്കുന്ന ഒരു ഫ്ലൈറ്റ്. ഇതാണ് ഞാൻ പോകുന്ന ഫ്ലൈറ്റ്. അപ്പം ബാക്കി കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ കമൻറ്റ് ബോക്സിൽ എഴുതുക. എനിക്ക് പറ്റുന്നതാണെങ്കിൽ ഞാൻ റിപ്ലൈ തരും. എനിക്ക് പറ്റാത്തതാണെങ്കിൽ ഞാൻ റിപ്ലൈ തരില്ല. അപ്പോൾ താങ്ക് യു സോ മച്ച്. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. താങ്ക്സ് എ ലോട്ട്.